സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പത്രിക പൂർത്തിയായ ആദ്യ ചിത്രം ഇന്ന് രാത്രി അറിയാം. അതേസമയം നെടുമങ്ങാട് ആത്മഹത്യാശ്രമം നടത്തിയ BJP സ്ഥാനാർത്ഥിക്കെതിരെയും റിബൽ സ്ഥാനാർത്ഥി രംഗത്ത്. നെടുമങ്ങാട് നഗരസഭയിലെ പരങ്ങോട്ടയിലയിൽ BJP സ്ഥാനാർത്ഥിയായ ശാലിനി സനിലിനെതിരെ ശ്രുതിയാണ് മത്സര രംഗത്ത് വന്നത്. നഗരസഭയിൽ കോൺഗ്രസിനെതിരെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് 3 വാർഡിൽ മത്സര രംഗത്തുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു പൊതുചിത്രം? തീർച്ചയായും ഷമ്മി മുഖവുരയായി പറഞ്ഞതുപോലെ ഇന്ന് ചിത്രം അന്തിമമായിട്ടുള്ള റിബൽ സ്ഥാനാർത്ഥികളെ പൊതുചിത്രം മനസ്സിലാകണമെങ്കിൽ ഇനി പട്ടികയുടെ പൂർണ്ണമായി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നവരുടെ എണ്ണം ഇനി ഔദ്യോഗികമായി അവരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പുറത്തു വരണം. അതോടുകൂടി ഇത് സംബന്ധിച്ച് കേരളത്തിലെ ആകമാനം ഉള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡുകളിൽ ഏതെങ്കിലും പാർട്ടികളുടെ റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടെങ്കിൽ അത് വ്യക്തമാകും. പരക്കെ കേരളത്തിൽ ഇപ്പോഴുള്ള നിലവിലുള്ള വിവരം അനുസരിച്ച്, നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് എല്ലാ ജില്ലകളിലും കോൺഗ്രസിനും UDF-നും റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. പലയിടത്തും BJP-ക്ക് റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. നഗരസഭയിൽ കോൺഗ്രസിന് സജീവമായി റിബൽ സ്ഥാനാർത്ഥികൾ ഒന്നും പിന്മാറാതെ നിൽക്കുന്നുണ്ട്. BJP-ക്ക് ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ എല്ലാം രാജീവ് ചന്ദ്രശേഖരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായപ്പോൾ അദ്ദേഹം തുടർച്ചയായി നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം പറഞ്ഞത് മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡുകളിലും BJP-ക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നതാണ്. പക്ഷേ തലസ്ഥാന ജില്ലയിലടക്കം പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളിൽ പോലും BJP-ക്ക് സ്ഥാനാർത്ഥികളില്ല. ഉള്ളിടത്ത് തന്നെ വലിയ തരത്തിൽ റിബൽ സ്ഥാനാർത്ഥികളുണ്ട് എന്ന വിവരങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അന്ന് കൈഞ്ഞരമ്പ് മുറിച്ച് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പനങ്ങോട്ടയിലയിൽ ശാലിനി എന്ന BJP പ്രവർത്തക സീറ്റ് കിട്ടാത്തതിനെ കൊണ്ട് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം അവരെ തന്നെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പക്ഷേ നേരത്തെ തീരുമാനിച്ചിരുന്ന ശ്രുതി സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിച്ച് അവർ മത്സര രംഗത്ത് സജീവമാണ്. അവരെ പിൻവലിക്കാൻ BJP നേതാക്കൾ ശ്രമിച്ചെങ്കിലും അവർ പിന്മാറുന്നില്ല. ഒപ്പം തന്നെ അവിടെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ 3 ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് ഉണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി തന്നെ 5 BJP-ക്ക് സ്ഥാനാർത്ഥിയില്ല. തലസ്ഥാന നഗരസഭയിലെ പ്രധാനപ്പെട്ട വാർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ മണ്ണന്തല, ഉള്ളൂർ, പുഞ്ചക്കരി എന്നിവയിൽ റിബൽ സ്ഥാനാർത്ഥി, പൗണ്ട് കടവിൽ INTUC-യുടെ നേതാവ് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. തിരുവനന്തപുരത്ത് കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ 10 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട നേതാക്കളടക്കമാണ് മത്സരിക്കുന്നത്. നഗരസഭയ്ക്കകത്ത് പോർട്ട്, ഹാർബർ, വിഴിഞ്ഞം വാർഡുകളിൽ UDF-ന് വിമതർ സ്ഥാനാർത്ഥിയുണ്ട്. ഹാർബറിലും വിഴിഞ്ഞത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിമതരായി മത്സരിക്കുമ്പോൾ പോർട്ട് വാർഡിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവാണ്. കഴക്കൂട്ടത്ത് വാർഡിൽ ലാലു INTUC-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ചുമട്ടുതൊഴിലാളി യൂണിയൻ ക്ഷേമ ബോർഡ് അംഗമാണ്. INTUC ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിനെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സുധീർ കുമാർ കോൺഗ്രസ് മുൻ മണ്ഡല പ്രസിഡന്റ് കോർപ്പറേഷൻ്റെ പൗണ്ട് കടവ് വാർഡിൽ മത്സരിക്കുന്നു. കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് ലീഗിന് നൽകിയ പ്രതിഷേധിച്ചാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നത്. നേരത്തെ തന്നെ മണ്ണന്തലേക്ക് സംബന്ധിച്ച് അറിയാവുന്നതാണ്. ബാലരാമപുരത്താണ് പരക്കെ വലിയ തരത്തിലുള്ള റിബൽ സ്ഥാനാർത്ഥികളുള്ളത്. അതായത് വിൻസെന്റ് MLA-യുടെ മണ്ഡലമായ കോവളം മണ്ഡലത്തിൽ വ്യാപകമായി റിബൽ സ്ഥാനാർത്ഥികളാണ്. കല്ലിയൂരിൽ വിൻസെന്റിനെതിരെ MLA-യോടൊപ്പം 8 വർഷം PA ആയിരുന്ന ബിജു കാക്കാമൂല MLA സ്ഥാനം വിട്ട് കേരള കോൺഗ്രസ് ജെയിൽ പോയി സീറ്റ് കിട്ടാത്തതിൽ റിബലായി ഇപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം ജോസഫ് വിഭാഗത്തിൽ പോയി അവിടെ അദ്ദേഹത്തിന് മത്സരിപ്പിക്കരുതെന്ന് വിൻസെന്റ് വീണ്ടും ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് ജോസഫ് സീറ്റ് നൽകിയില്ല. അപ്പോൾ അദ്ദേഹം ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. വിഴിഞ്ഞം വാർഡിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഹിസാൻ ഹുസൈൻ TV ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഹാർബർ വാർഡിൽ വിഴിഞ്ഞം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ലതാ സുഗതൻ കോൺഗ്രസിനെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പോർട്ട് വാർഡിൽ കേരള കോൺഗ്രസ് ജെയിൽ നിന്ന് ജോയ് പെരേര UDF-ന്റെ റിബലായി മത്സരിക്കുന്നു. MLA വിൻസെന്റിനെതിരെ വെങ്ങാനൂർ, കോട്ടുകാൽ, പൂവാർ, കാഞ്ഞിരകുളം എന്നീ പഞ്ചായത്തുകളിലും ഓരോ 2 റിബൽ വീതം ഓരോ വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പരക്കെ റിബലുകളാണ്. തലസ്ഥാന നഗരം പരിശോധിക്കുകയാണെങ്കിൽ നെടുമങ്ങാട് BJP-യുടെ വിമത സ്ഥാനാർത്ഥി വരുന്നു. 5 വാർഡുകളിൽ മത്സരിക്കാൻ ആളില്ല. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ സീറ്റിൽ ലീഗിൻ്റെ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും. അങ്ങനെ പരക്കെ വലിയ തരത്തിലുള്ള റിബൽ സ്ഥാനാർത്ഥികളുടെ ശല്യമാണ് തലസ്ഥാനത്ത് കോൺഗ്രസിനും BJP-യും നേരിടുന്നത്.